അടുത്ത കാലത്തായി വാർത്തകളിലും സാമൂഹ്യ ചർച്ചകളിലും ഉയർന്നു വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വഖഫ്. എന്താണ് വഖഫ് എന്നും ഒരു വിഭാഗത്തെ അത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും നമ്മളോടൊപ്പം ചർച്ച ചെയ്യാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് PDP സ്റ്റേറ്റ് കൗൺസിൽ അംഗമായ ഫിറോസ് തോട്ടപ്പടി, വഖഫ് വിഷയത്തിലെ നിയമത്തിന്റെ കൃത്യത നൽകിക്കൊണ്ട് ശ്രീ അഡ്വക്കേറ്റ് അക്ഷയ് കുമാർ, കോർപ്പറേറ്റ് ആൻഡ് മാരിടൈം ലോയർ. വലിയ തോതിൽ പ്രചരിച്ചു വരുന്ന ഒരു ചോദ്യമാണിത്. വഖഫ് നിയമം ഉപയോഗിച്ചുകൊണ്ട് ഏത് ഭൂമിയും കയ്യേറാൻ സാധിക്കുമോ? നിങ്ങളുടെ ഭൂമിയാണ് കയ്യേറുന്നതെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ട ചുമതല അല്ലെങ്കിൽ ഗതികേട് നിങ്ങളുടേത് മാത്രമാണോ? ഈ ചോദ്യത്തിനോട് എന്താണ് താങ്കളുടെ പ്രതികരണം? വഖഫ് ഭൂമിക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ള ഭൂമികള് വഖഫ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് മുസ്ലിം പള്ളികള്, അതുപോലെ തന്നെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള മദ്രസകള്, കുട്ടികളെ പഠിപ്പിക്കുന്ന മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന മദ്രസകള്, അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം, പിന്നെ ഈ ഖബർസ്ഥാൻ, മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുന്ന ഖബർസ്ഥാൻ, അത്തരം കാര്യങ്ങൾക്ക്, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഒരു ഇഷ്ടദാനം എന്നൊക്കെ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് പണ്ട് കാലത്ത് പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമികളാണ് ഈ വഖഫ് ഭൂമി. ഇവിടെ മുനമ്പം വിഷയത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലത്തെ ജനങ്ങൾക്ക് ഇങ്ങനൊരു ഡൗട്ട് വന്നിട്ടുള്ളത്. വഖഫ് ഭൂമിക്ക് കൊടുത്തിട്ടുള്ള ഭൂമിയിൽ നിന്ന് സ്ഥലം മേടിച്ച ഞങ്ങളുടെ ഭൂമിയൊക്കെ കൈമോശം വന്ന് പോവോ, വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് അവകാശം പറയണേ. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി വർഷങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിൽ ആധാരമുണ്ട്. ഈ വഖഫിന് ഒരാള് വഖഫ് ഭൂമിയായിട്ട് ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വഖഫിന്റെ മാത്രം ഒരു ഭൂമിയാണ്. വഖഫിന്റെ പള്ളി പണിയാം, അവിടെ മദ്രസ പണിയാം, കുട്ടികളുടെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രസ പണിയാം, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയാം. മതപരമായിട്ടുള്ള മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് അത് ഉപയോഗിക്കുന്ന ആ സംഘടനയുടെ സ്വന്തമല്ല അത്. അത് ദൈവത്തിന്റെ ഭൂമി, ദൈവത്തിന്റെ ഭവനം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് വഖഫ് ഭൂമി. അതില് മറ്റേ പണ്ടത്തെ സാമൂതിരി ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള സേട്ടിന്, സിദ്ദിഖ് സേട്ടിന്റെ പിതാവിന് വാങ്ങി, എന്താ പറയാ, സാമൂതിരി കൊടുത്തിട്ടുള്ള പാട്ടത്തിനും കൃഷിക്കും പിന്നെ കൊടുത്തു. അവരെ ഈ ഗുജറാത്തികളെ ഇവിടെ സെറ്റിലാക്കി, കേരളത്തിൽ സെറ്റിലാക്കിയിട്ട് ഇവിടെ വ്യാപാരവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു. പിന്നീട് സിദ്ദിഖ് സേട്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ മോൻ, ഈ ഗുജറാത്തിയുടെ മോൻ, അത് ഡോക്യുമെന്റ് ആക്കി. പിന്നെ അവരിവിടെ നിന്ന് ബിസിനസ് ചെയ്ത് അവസാനിപ്പിച്ച് പോവാണോ എന്താ ചെയ്തെന്ന് അറിയില്ല. ആ പ്രോപ്പർട്ടി ഫാറൂഖ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കൊടുത്തു വഖഫായിട്ട്. ആ ഭൂമിയാണ് ഇവിടെ മുനമ്പത്ത് ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്തിട്ട് ജനങ്ങളവിടെ 404 കുടുംബമാണ് കൊണ്ട് അവിടെ ജീവിക്കുന്നത്. അങ്ങനെ അതാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയം. സാധാരണഗതിയിൽ വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി വഖഫ് ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മുനമ്പത്ത് സംഭവിച്ചതാണെങ്കിലും വഖഫിനെ പറ്റിയാണെങ്കിലും ഒരു നിയമപരമായ വേർഷൻ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇപ്പൊ ഫിറോസ് പറഞ്ഞ പോലെ ഈ മുനമ്പത്തെ ഇഷ്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാവ്, ഈ പറയുന്ന ഗുജറാത്തി ഫാമിലി, അബ്ദുൾ സത്താർ സേട്ടു എന്നാണ് ആളുടെ പേര്. അബ്ദുൾ സത്താർ സേട്ടുവിന് പാട്ടത്തിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭൂമിയായിരുന്നു അത്. അതിനുശേഷം അബ്ദുൾ സത്താറിന് മകൻ സിദ്ദിഖ് സേട്ടു ആളത് ആധാരമാക്കി, സ്വന്തമാക്കി, ഡോക്യുമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഈ സിദ്ദിഖ് സേട്ടു ആണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത്. 1950 നവംബർ 1 ആക്ച്വലി ഈ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ ആ ഡോക്യുമെന്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് വഖഫ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭൂമിയാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ അതിനുശേഷം 1975 ഈ ഒരു ഭൂമി ഫറൂഖ് കോളേജിന്റെ ആണ് എന്ന് പറഞ്ഞ് ഒരു ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായതാണ് ഏറ്റവും വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും അധികം ആൾക്കാർ പറയുന്നില്ല. പക്ഷെ ഒരു 440 ഏക്കറാണ് ഈ ഒരു പ്രോപ്പർട്ടി അവർ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 404 ഏക്കർ സ്ഥലമാണ് ആക്ച്വലി വഖഫായിട്ട് ഈ പറയുന്ന സിദ്ദിഖ് സേട്ടു കൊടുത്തിരിക്കുന്നത് ഫറൂഖ് കോളേജിന്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അതിൽ നമ്മൾ ആ ഒരു ടോട്ടൽ പ്രോപ്പർട്ടി നോക്കി കഴിഞ്ഞാൽ 1/3 മാത്രമേ ഈ ഫാമിലി ഉള്ളൂ. 2/3 ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ റിസോർട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ്. 1975 ഒരു ജഡ്ജ്മെന്റ് ഇവർക്ക് ഫേവറായിട്ട്, ഫറൂഖ് കോളേജിന് ഫേവറായിട്ട് ഒരു ജഡ്ജ്മെന്റ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടായി. അത് മെയിനായിട്ട് ഈ വഖഫ് ബോർഡിന്റെ അസാന്നിധ്യത്തിലാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ 5 സെന്റ് 10 സെന്റ് എന്നുള്ള രീതിയിൽ
ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി പല ആൾക്കാർക്കായിട്ട് അവർ വിറ്റു, പൈസ മേടിച്ചു. കാരണം ഈ മുന്നമ്പത്തെ ആൾക്കാരൊക്കെ പലരും പറയുന്നുണ്ട് ഫറൂഖ് കോളേജിൽ ഡയറക്റ്റായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ മുറിച്ച് വിറ്റതിന് ശേഷം 1-2 തലമുറയൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ട് ഈ ഫാമിലീസിൻ്റെ. അവർ പറയുന്നതിലും ശരിയുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി ശരിക്കും വഖഫ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വഖഫ് ആക്ട് അല്ലെങ്കിൽ നമ്മൾ വഖഫ് ആക്ട് 1995 അല്ലെങ്കിൽ വഖഫ് ആക്ട് 1954 ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വഖഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വൺസ് ഇറ്റ്സ് വഖഫ് ദെൻ ഓൾവേസ് വഖഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഖഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു വിധി, ആ ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താ പറയുക, ഇപ്പോൾ 2019 പുതിയൊരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ആ ജഡ്ജ്മെന്റ് വന്നതിൻ്റെ പിന്നിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 75ന്റെ ജഡ്ജ്മെന്റ് അതിനുശേഷം ഒരു വഖഫ് സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരിങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ചെയ്യുകയും മുന്നമത്തെ പ്രോപ്പർട്ടി വഖഫ് ആണ് എന്ന് പറഞ്ഞ് അവർ അന്നത്തെ ഗവൺമെന്റിന് ഒരു അപേക്ഷ കൊടുക്കുകയും അന്നത്തെ ഗവൺമെന്റ് നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. VS അച്യുതാനന്ദനായിരുന്നു അന്നത്തെ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ നിസാർ കമ്മീഷൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വഖഫിന്റെ പ്രോപ്പർട്ടി ആണെന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിച്ച് അവർ ഓർഡർ പാസ്സാക്കി. ആ ഓർഡർ പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ പോവുകയും പുതിയതായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അവർ ഉണ്ടാക്കുകയും ചെയ്തു. ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് വഖഫിന്റെ പ്രോപ്പർട്ടി അവർക്ക് അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്നും 2019 വഖഫ് ബോർഡ് ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അവരുടെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അപ്പം അത് ഫാമിലീസ് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഈ ഒരു പ്രോപ്പർട്ടി വഖഫിന്റെ ആണ് എന്നുള്ളത് പ്രൂവ്ഡ് ആണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, കോടതിയുടെയും കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിയമപരമായ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെ ഒരു പ്രചാരണം എങ്ങനെ ആളുകളെ ഭയപ്പെടുത്തുന്നു? അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? നമുക്ക് മുന്നില് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇവര് രേഖകൾ, ഈ വഖഫിന്റെ രേഖകൾ എന്ന് പറഞ്ഞാൽ ഈ വഖഫിന്റെ രേഖകൾ വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വഖഫ് ഭൂമിയും എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഏതൊക്കെ തർക്കത്തിലാണ്. 8,80,000 വഖഫ് ഭൂമികളുണ്ട് ഇന്ത്യയിൽ മൊത്തം. കേരളത്തിലൊക്കെ വളരെ കുറവാണ്. അതിൽ 3044 പള്ളികൾ അങ്ങോട്ട് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഈ പള്ളികളൊക്കെ പൊളിക്കുക, അവകാശവാദങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കലാപവും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഗവൺമെന്റ് ഭൂമികളാന്ന് പറയുന്നത്. ഗവൺമെന്റ് ഭൂമികളാവുമ്പോൾ ജില്ലാ കളക്ടറെയാണ് ഈ വഖഫിന്റെ അധികാരിയായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്രദേശത്ത് വഖഫ് ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തുമ്പോൾ സർക്കാർ ഭൂമിയാണെന്ന അവകാശവാദം ഉള്ള ഒരു ഭൂമിക്ക്, ഒരു പള്ളി ആയിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, എന്ത് മതസ്ഥാപനം ആയിക്കോട്ടെ, ആ സ്ഥാപനത്തിൽ ആരെങ്കിലും ഒരു അവകാശവാദം ഉന്നയിച്ചു, ഒരു പരാതി കൊടുത്തു, ഇത് സർക്കാർ ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുക. ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ സർക്കാരിന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ആ ഭൂമി സർക്കാരിന് തിരിച്ചെടുക്കും. പേടിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബാബരി മസ്ജിദ് പൊളിച്ചു. ആ ബാബരി മസ്ജിദ് പൊളിച്ചത് മാത്രമല്ല വിഷയം, അത് ഒരു മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദുസിന്റെ ഒരു ക്രിസ്ത്യൻസിന്റെ പോലെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഇന്ത്യയുടെ. അതിന് അവകാശവാദം ഉന്നയിച്ചു, ആ സാധനം പൊളിച്ചു, ആ സാംസ്കാരിക കേന്ദ്രം പോയി. സർ, സത്യത്തിൽ ഇതിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അമെന്റ്മെന്റ്സ് ഉണ്ടോ? എന്താണ് അതിന്റെ സാധ്യതകൾ? ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അമെന്റ്മെന്റ്സ് അവർ ചെയ്തിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഇഷ്യൂ വരാവുന്ന രീതിയിലുള്ള കുറച്ച് അമെന്റ്മെന്റ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സെക്ഷൻ 40 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു വഖഫ് ആക്ടിൽ. അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് കൗൺസിലിന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പ്രോപ്പർ എവിഡൻസോ കാര്യങ്ങളായിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഉള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവർക്ക് ഇൻ കേസ് അവർക്ക് വഖഫിന്റെ ഭൂമിയാണ് എന്ന് തോന്നുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ തെളിവുകൾ കാര്യങ്ങളോ കണ്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ വഖഫ് കൗൺസിലിനോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഹയർ ട്രൈബ്യൂണൽ ആയിട്ടുള്ള വഖഫ് ട്രൈബ്യൂണലിൽ പോയിട്ടോ അവർക്കത്
രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പുതിയ അമെൻമെന്റ്സിൽ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു തർക്കം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീനെ സംബന്ധിച്ച് അത് അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ഡിസിഷനും എടുക്കാനായിട്ടുള്ള അധികാരം കംപ്ലീറ്റ്ലി കളക്ടർക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഫിറോസ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഡിസ്പ്യൂട്ട് നടക്കുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസും അത് വഖഫിന്റെ ആണ്, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടീസ് ഗവൺമെന്റിന്റെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്യൂട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് കളക്ടർ തീരുമാനം എടുക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഗവൺമെന്റിന് അനുകൂലമായിട്ടായിരിക്കും അതിന്റെ ഡിസിഷനും ജഡ്ജ്മെന്റും കാര്യങ്ങളും വരുന്നുണ്ടാവുക. അത് ശരിക്കും ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു മുസ്ലിം എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമി ഡൊണേഷൻ ചെയ്യാനായിട്ടും അതിനൊരു പ്രചോദനമാവാവുന്ന രീതിയിലുള്ള ഒരു ആക്ടാണ്. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഈ ഒരു ആക്ട് ഉണ്ടാക്കുന്നതിൻ്റെ. അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ബോർഡിലും അല്ലെങ്കിൽ കൗൺസിലിലും 2 നോൺ മുസ്ലിംസിനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു അമെൻമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സിയും ഏറ്റവും കൂടുതൽ ഇഷ്യൂസും ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് അതിനനുകൂലമായിട്ട് വന്നതും ഈ ഒരു 2 കാര്യത്തിലാണ് മേജർലി. അടുത്ത ഒരു അമെൻമെന്റും കൂടി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രൈബ്യൂണൽ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് വഖഫ് ബോർഡ്, സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, സ്റ്റേറ്റ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകേണ്ടത് ഒരു വഖഫ് ട്രൈബ്യൂണലിലാണ്. വഖഫ് ട്രൈബ്യൂണൽ ഹെഡ് ചെയ്യുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. ആ ചെയർപേഴ്സൺ നോർമലി ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ലെവലിലുള്ള ഒരാളായിരിക്കണം. പിന്നെ ഒരാൾ സിവിൽ സർവൻറ്റ് അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആ ഒരു ലെവലിലുള്ള ഒരാളായിരിക്കണം. പിന്നെ മൂന്നാമത് ഒരു മുസ്ലിം നിയമങ്ങൾ അറിയാവുന്ന ഒരു മതപണ്ഡിതനായിരിക്കണം എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ അമെൻമെന്റിൽ ഈ മുസ്ലിം പണ്ഡിതനെ മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പേരെ മാത്രം ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ. അത് ആക്ച്വലി ഒരു മുസ്ലിം കൈൻഡ് ഓഫ് ലോ ആകുമ്പോഴത്തേക്കും ഒരു മുസ്ലിം പണ്ഡിതന്റെ സാന്നിധ്യം ശരിക്കും ആവശ്യമാണ്. ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരം മുസ്ലിം മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുസ്ലിംസ് ചെയ്യാം. പള്ളിയിൽ വരെ കയറ്റാൻ ചില പള്ളികളിൽ സമ്മതിക്കില്ല, മറ്റന്യ മതസ്ഥരെ പള്ളിയിൽ വരെ കയറ്റില്ല. അത്രയും റിലീജിയസ് ആയിട്ട് എന്താ പറയുക തിക്കായിട്ട് ആൾക്കാരാണ് മുസ്ലിംസ്. പള്ളിയിലത്തെ കപ്പ്യാർ വിളിച്ചിട്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ കപ്പ്യാർ പണി ചെയ്യട്ടെ, മുക്രീരെ പണി ചെയ്യട്ടെ, അവരവരുടെ മതത്തിന്റെ കാര്യങ്ങൾ അവരവർ ചെയ്യട്ടെ, അതായിരിക്കും ബെറ്റർ. ഒരു മതത്തിൻ്റെയും ഇടയിൽ കയറിയിട്ട് മറ്റു മതസ്ഥർ കൈ കടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സർ ഇപ്പോൾ പറഞ്ഞ ഈ അമെൻമെന്റ്സിന്റെ കോൺസ് ആണ് നമ്മൾ കേട്ടത്. ഇനി ഇതിൽ എന്തെങ്കിലും പ്രോസ് ഉണ്ടോ? ഓക്കെ, ഇതിൽ കുറച്ച് നല്ല അമെൻമെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 3I ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 3I എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് നമുക്ക് വെർബൽ എഗ്രിമെന്റ് മതിയായിരുന്നു. ആ വെർബൽ എഗ്രിമെന്റിൽ വഖഫ് ഭൂമിയായിട്ട് അത് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അത് അവർ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇനി വഖഫ് ചെയ്യുന്ന ഭൂമികളെല്ലാതും ഡോക്യുമെന്റ് ചെയ്യണം, അത് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്ന് ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് അത് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു അമെൻമെന്റ് വരുന്നത് 3R എന്ന് പറഞ്ഞ സെക്ഷൻ. അതിൽ കുറച്ചധികം അമെൻമെന്റ്സ് വരുന്നുണ്ട്. ഒന്ന് ആർക്കും ഏത് പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിലും വഖഫ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, മുസ്ലിംസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മിനിമം 5 ഇയേഴ്സെങ്കിലും ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3R തന്നെ മറ്റു കുറച്ച് അമെൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൈവറ്റ് വഖഫ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭൂമി വഖഫായിട്ട് കൊടുക്കുന്നു, പക്ഷെ അതിലൊരു വരുമാനം എനിക്ക് തരണം, ഒരു വരുമാനം ചാരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന പ്രോപ്പർട്ടീസ് അതിന്റെ സക്സസർ ഇല്ലാന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു പിൻതലമുറ ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ അത് വഖഫിന്റെ പ്രോപ്പർട്ടി ആയി മാറ്റാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സക്സസർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളോ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മക്കളോ പെൺകുട്ടികളായിട്ടുള്ള മക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടി കൺസിഡർ ചെയ്യണം എന്നൊരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു അമെൻമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു 3R തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ചാരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ച ഭൂമി വഖഫ് ആക്കാം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് വഖഫ് ചെയ്തില്ലെങ്കിലും വഖഫ് ആക്കാം എന്നുള്ളത്. അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആക്കാൻ പറ്റില്ല.
വക്കഫ് ചെയ്ത ഭൂമി മാത്രമേ വക്കഫ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അമെൻമെന്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അമെൻമെന്റ്സ് ആണ്. പക്ഷെ ഇതിൽ രണ്ടുമുണ്ട്, മിശ്രിതമാണ്, പ്രോസ് ആൻഡ് കോൺസ് രണ്ടും കൂടി കലർന്നിട്ടാണ് ഈ ഒരു അമെൻമെന്റ് വന്നിരിക്കുന്നത്. അതിൽ മേജർ കോൺട്രവേഴ്ഷ്യൽ ആയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അമെൻമെന്റ്സ് ആണ്. വക്കീൽ പറഞ്ഞ പോലെ 5 വർഷം മുസ്ലിം ആയിരുന്നതിന് ശേഷം മാത്രമേ ഒരു വക്കഫിന് ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരാള് ദാനം ചെയ്ത ഭൂമിയാണ്. അവിടെയാണ് ആ ചേരമാൻ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ചേരമാൻ ജുമാ മസ്ജിദാണ് ഇപ്പോഴും ആ കൊടുങ്ങല്ലൂര് ആ പള്ളി അറിയപ്പെടുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ മുസ്ലിം പള്ളി അത് ഈ ചേരമാൻ ജുമാ മസ്ജിദ്, ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയില് ഇപ്പൊ കേരളത്തിലൊന്നും നമുക്ക് വലിയ വിഷയങ്ങളില്ല. നമുക്ക് 100% സാക്ഷരത ഉള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയാം. നോർത്ത് ഇന്ത്യയിലേക്ക് മറിയാൻ നേരെ വിപരീത. കാരണം വെച്ചാൽ ബാബരി മസ്ജിദ് പൊളിച്ചു, അതിനോടനുബന്ധിച്ച് അവിടെ ഒരുപാട് കലാപം നടന്നു, ഒരുപാട് മനുഷ്യന്മാര് മരണപ്പെട്ടു, ഒരുപാട് കുടുംബങ്ങൾ അനാഥായിക്കപ്പെട്ടു. ഇനി 3044 പള്ളികളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്ന ഈ പള്ളികൾ, ഈ അടുത്ത് നടന്ന മുനമ്പം സംഭവം, സത്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ മാതൃകാപരമായി എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എന്തായിരിക്കും? ഒരു പ്രശ്ന പരിഹാരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാതൃക സുപ്രീം കോടതിയുടെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇതുപോലൊരു കേസിൽ ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാബറി മസ്ജിദിന്റെ ഒരു കേസിൽ ഈ ഹിന്ദുത്വ സംഘടനകൾ പറഞ്ഞു ഇത് രാമക്ഷേത്രമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിന്റെ ഭൂമിയാണ്, ആ ഭൂമി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭൂമി രാമക്ഷേത്രം നിർമ്മിക്കാൻ കൊടുക്കുകയും അതിന്റെ സെയിം അളവിലുള്ള ഭൂമി ഈ ഒരു ബാബറി മസ്ജിദിന്റെ പള്ളി നിർമ്മിക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു. അതേ ഒരു സൊല്യൂഷൻ തന്നെ ഇവിടെയും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിൽ ഒരുപാട് ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫീസേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് പോകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇഷ്യൂ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി വക്കഫിന് കൊടുക്കേണ്ടി വരും, കാരണം വക്കഫിന്റെ ഭൂമി ആയതുകൊണ്ട് തന്നെ. പക്ഷെ അതിന് പകരമായിട്ട് അവർക്ക് വേറൊരു പുനരധിവാസത്തിന് മറ്റൊരു പ്രോപ്പർട്ടീസ് അവർക്ക് കൊടുക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ജനങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ ഉണ്ടായ ഇമ്പാക്റ്റും അതിലെ നിയമപരമായ വേർഷനും നമ്മൾക്ക് തന്നതിൽ രണ്ടുപേരോടും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.